പല ആവശ്യങ്ങൾക്കുമായിട്ട് പലതരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ? എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെയൊക്കെ ഫോണിൽ ഗൂഗിളിൻ്റെ ഫയൽസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലരുടെയും ധാരണ ഇത് വെറും ഫയൽ മാനേജർ ആണെന്നാണ്. എന്നാൽ ഈ കണ്ട ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഗൂഗിളിൻ്റെ ഫയൽസിനകത്ത് തന്നെ നമുക്ക് ഈ ഓപ്ഷനൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഗൂഗിൾ ഫയൽസിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കിടിലം ഫീച്ചറുകളാണ്. അത് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം. ആദ്യം നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ഫയൽസ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഫയൽസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോണിൽ ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ഏറ്റവും മികച്ച ഫയൽ മാനേജർ തന്നെയാണ് ഗൂഗിളിൻ്റെ ഫയൽസ്. ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ജങ്ക് ഫയൽ ക്ലീൻ ചെയ്യാനും മെമ്മറി സ്പേസ് വർദ്ധിപ്പിക്കാനുമായിട്ട് നമ്മൾ പല ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ? ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ ഗൂഗിൾ ഫയൽസിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ അതാണ് കാണിച്ചു തരുന്നത്. അതിനുശേഷം മറ്റുള്ളവ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഫയൽസ് ഓപ്പൺ ചെയ്തിട്ട് ഇടതുഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് 3 ലൈൻസ് കാണാം. അതിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലീൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് കാണാം. ഇത് മുമ്പേ ഉണ്ട്, പക്ഷേ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ജങ്ക് ഫയൽ ക്ലീൻ ചെയ്യേണ്ട ഓപ്ഷൻ ആദ്യം തന്നെ കാണാം. ഇതിനായിട്ട് നമ്മൾ പല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറാണ് പതിവ്. അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ക്ലീൻ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ആ ജങ്ക് ഫയൽ മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ഇതിനകത്ത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരേ ഫയൽ തന്നെ ഒന്നിൽ കൂടുതൽ തവണ, അതായത് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ഓഡിയോ ആയാലും എല്ലാം തന്നെ ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്തിയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഫൈൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതും നമ്മുടെ ഗൂഗിൾ ഫയൽസിനകത്തുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഓപ്ഷൻ്റെ വലതുഭാഗത്ത് സെലക്ട് ഫയൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം MP3 ഫോട്ടോസ്, അതുപോലെ തന്നെ നസീർ സാറിൻ്റെ ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് ഡ്യൂപ്ലിക്കേറ്റ് മാത്രം റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു മെമ്മറി സ്പേസ് കിട്ടും. അതിനായിട്ട് ഇവിടെ മുകളിൽ സെലക്ട് ചെയ്താൽ മാത്രം മതി. ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ മാത്രമേ സെലക്ട് ആവുകയുള്ളൂ. എന്നിട്ട് ജസ്റ്റ് മൂവ് ടു ഫയൽ ടു ബിൻ എന്ന് പറയുന്ന ഓപ്ഷൻ താഴെ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബിന്നിലേക്കേ പോയിട്ടുള്ളൂ. ഇത് ഫോണിൽ നിന്ന് റിമൂവ് ആയിട്ടില്ല. അത് എങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി ഇതിനകത്ത് തന്നെ കലങ്ങിപ്പോയതും ബ്ലറായി പോയതും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോകളുണ്ടല്ലോ, അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ബ്ലറി ഫോട്ടോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഫോട്ടോ ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡിലീറ്റ് ലാർജ് ഫയൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ ഫയലുകളിൽ നിന്ന് വേണ്ടാത്തതൊക്കെ സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ നമ്മൾ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കാറ്. അതൊന്നും ആവശ്യമില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ കാണിച്ചു തരും. അതൊക്കെ നമുക്ക് വേണ്ടാത്തത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിരവധി ഫീച്ചറുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇനി ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പിറകോട്ട് വരാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ബിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് ഓൾ ഐറ്റം സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഫയലൊക്കെ നമ്മളുടെ ഫോണിൽ നിന്ന് പോവുകയുള്ളൂ. ഇനി ഇതിനകത്തുള്ള ഏറ്റവും നല്ല ഫീച്ചറാണ്, നമ്മളിപ്പോൾ ഫോട്ടോ വീഡിയോ ഒക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗാലറി ലോക്കർ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാറില്ലേ? അതിൻ്റെ ആവശ്യമില്ല. അതും നമുക്ക് ഗൂഗിളിൻ്റെ ഫയൽസിനകത്ത് തന്നെ ലഭ്യമാണ്. അതിനായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ സേഫ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത്തരം ഫോട്ടോ വീഡിയോ ഓഡിയോ ഫയലൊക്കെ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സാധാരണ നിങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ ലോക്ക് ചെയ്ത് വെക്കുന്നത് പോലെ ഇതിനകത്ത് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. കാരണം ഫൈസൽ ഭായി ഒക്കെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു ബട്ടൺ വന്നതായിട്ട് കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആയി വരും. എന്നിട്ട് എന്തെങ്കിലും ഡോക്യുമെൻ്റ് നമുക്ക് സ്കാൻ ചെയ്തെടുക്കണമെങ്കിൽ ഇത് കണ്ടോ, ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ആ ഡോക്യുമെൻ്റ് നമുക്ക് സ്കാൻ ചെയ്ത് കിട്ടുന്നതാണ്. ഇനി അത് ഫിൽട്ടർ ചെയ്യേണ്ടതും ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള എല്ലാ ഓപ്ഷനും ഇതിനകത്തുണ്ട്. എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല ഫീച്ചർ ഇതിനകത്തുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നതേ ഉള്ളൂ. കാരണം ഇതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഫയൽസിനൊക്കെ തന്നെ ഇതുപോലെ നിരവധി ഫീച്ചറുകളുണ്ട്. ഒരുപാടൊക്കെ മുൻപ് ചെയ്തതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ടൊന്നും ഇതിൽ പറയാത്തത്. ഫയലുകൾ സെർച്ച് ചെയ്തെടുക്കുന്നത്, എഡിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ നിരവധി ഫീച്ചർ നമുക്ക് ഡയറക്റ്റ് നിയർ ബൈ ഷെയർ വഴിയിലൂടെ ഷെയർ ചെയ്യേണ്ടതുമായിട്ടുള്ള കുറേ ഓപ്ഷന് ഈ ഒരു ഗൂഗിൾ ഫയൽസിനകത്ത് തന്നെ നമുക്ക് കിടപ്പുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.